الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشى قلوبهم لذكر الله وما نزل من الحق ولا تكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അവസരങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞ് പോയത്. വളരെയേറെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങളടങ്ങിയ അള്ളാഹുവുമായിട്ട് സാമീപ്യം നേടാൻ വലിയ സന്ദർഭങ്ങൾ ഒരുക്കിയ ദിവസങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിലൂടെ കടന്നു കഴിഞ്ഞു പോകുന്നത്. ഒരു മാസക്കാലത്ത് റമദാൻ മാസം, റമദാൻ വ്രതം, അതിനുശേഷം ഉണ്ടായിരുന്ന സുന്നത്ത് നോമ്പുകൾ, ദുൽഹിജ്ജ മാസം, അതിൻ്റെ പ്രാധാന്യവും അതിലെ പുണ്യകർമ്മങ്ങളും, പിന്നെ ഹജ്ജ്, ബലികർമ്മങ്ങൾ, ബലിപെരുന്നാൾ, അങ്ങനെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ധാരാളം ആരാധനകൾ ചെയ്യാനും പുണ്യങ്ങൾ സമ്പാദിക്കാനുമുള്ള ഒരു സുവർണാവസരങ്ങളായിട്ടാണ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. നമ്മളെല്ലാവരും വളരെ താല്പര്യപൂർവ്വമാണ് ആ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് നിശ്ചയിച്ച ഇബാദത്തുകളൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ആ പുണ്യമൊക്കെ കഴിയാവുന്നിടത്തോളം നേടിക്കൊണ്ടാണ് നമ്മൾ ഈ അവസരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും കഴിഞ്ഞു. ഇനി ഇങ്ങനെ കുറച്ച് അമാന്തം കാണിച്ചു കൊണ്ടുപോയാലും അത്രയൊന്നും പ്രയാസമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്ന് നമ്മൾക്ക് തോന്നാൻ പാടില്ലാത്തതാണ്. ബലിപെരുന്നാൾ കഴിഞ്ഞു, അതിൻ്റെ ആരാധനകൾ കഴിഞ്ഞു, അതിൻ്റെ എല്ലാ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ ശാന്തമായിട്ടൊന്ന് ഒഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അത്രയൊന്നും ഗൗരവത്തിൽ കാണാതെ തന്നെ നമ്മൾക്കങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ധരിക്കുന്നൊരവസ്ഥ നമ്മൾക്ക് വന്നു ചേരാതിരിക്കാൻ, ഒരമാന്തം വന്നു ചേരാതിരിക്കാൻ നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
കാരണം സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് മുതിരുക, അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവുക. അങ്ങനെ ഫഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം സംഭവിച്ചു എന്നുറപ്പാകുന്നത് വരെ, മരണം വരെയും അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിരന്തരം ചെയ്തുകൊണ്ടേ പോവുക എന്നതാണ്. അതാണ് മതം ആവശ്യപ്പെടുന്ന രീതി. അതാണ് ഫഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം ഉറപ്പാകുന്നത് വരെയുമുള്ള ആ കാലം, അതിൽ നമ്മൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ വിധിച്ചിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ വളരെ താല്പര്യപൂർവ്വം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് വിശ്വാസികൾ. ഒരു സാവകാശം, ഒരു അമാന്തം, ഒരു മടുപ്പ് പ്രകൃതി, ഇതൊന്നും നമ്മൾക്ക് ചേർന്നതല്ല. എപ്പോഴും ഇബാദത്തുകൾ ചെയ്യാൻ നിശ്ചയിച്ചതൊക്കെ ചെയ്യണം. ഇനി കുറേ ചെയ്തല്ല, ഇനി ഇങ്ങനെ ഒന്ന് പിന്നോട്ടടിക്കാം എന്നാരും വിചാരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ കനത്ത നഷ്ടങ്ങൾ നമ്മൾക്കുണ്ടാക്കും. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏത് സമയവും എവിടെ വെച്ചും നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു പോകണം. ഒരു കാലനിർണയവുമില്ല, സമയനിർണയവുമില്ല. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ മീഡിയകൾ മുഖേന ഇന്നലെ മുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗരവമുള്ളൊരു വിഷയം, ഒരു വിമാന ദുരന്തം നമ്മുടെ നാട്ടിൽ. നോക്കൂ, ഒരു വ്യക്തിയാണ് അറിഞ്ഞയിടത്തോളം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാ മെമ്പറും, അതിലുണ്ടായിരുന്ന യാത്രക്കാരും, അത് പതിച്ച ഹോസ്റ്റലിന് താഴെ ജീവിച്ചിരുന്ന ആളുകളും അടക്കം ഒരുപാട് പദ്ധതികളും പരിപാടികളും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ ഫ്ലൈറ്റ് കയറിയ ആളുകളൊക്കെ വലിയ ശമ്പളം പ്രതീക്ഷിച്ച് ജോലിക്ക് പോകുന്ന ആളുകളാണ്. അവരുടെ ബന്ധുമിത്രാദികളുടെ അടുക്കിലേക്ക് പോകുന്നവരാണ്. ആ യാത്ര അയച്ചവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് അവരൊക്കെ വിമാനത്തിൽ കയറ്റി വിട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ തീരുമാനം അലംഘനീയമാണ്. അത് ഏത് നിമിഷവും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കടന്നു വരും. ആ കടന്നു വരുമ്പോൾ അത് അനുഭവിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയട്ടെ, ഒരു സാവകാശം കിട്ടട്ടെ, ഇനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത റംസാൻ ആകുമ്പോഴേക്ക് നോക്കാം, അതുവരെ ഒരു ഇടവേള കിട്ടിയതുപോലെ എന്ന് നമ്മൾ വിചാരിക്കരുത്. ഏറ്റവും നേരത്തെ എപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാവുന്നിടത്തോളമൊക്കെ ഏറ്റവും നേരത്തെ ചെയ്യുക, ഒന്നും ബാക്കി വെക്കാതിരിക്കുക എന്നതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്. നിങ്ങൾ നോക്കി, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹിന്റെ കൂടെ 13 വർഷം മക്കയിൽ പോരാടി നിന്ന സഹാബിമാർ, അതിൽ ആദ്യം മുതലേ വന്നവരുണ്ട്, ഇടക്കാലത്ത് ഇസ്ലാമായവരുണ്ട്, 5-6 വർഷം പൂർത്തിയാക്കിയവരുണ്ടാവും. അവരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യങ്ങളും മക്കയിൽ വിട്ടേച്ചു കൊണ്ട് പോവുകയാണ്. പലരും മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും രണ്ടായി പിരിഞ്ഞു പോയിട്ടുണ്ട്, രണ്ടാളും വിശ്വാസികളാണ്. പക്ഷെ കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാതെ പോയ അവസ്ഥ. അങ്ങനെയൊക്കെ പിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് കണ്ടെത്തുകയാണ് അവർ. നിങ്ങൾ ആലോചിക്കുക, ആ ത്യാഗമൊക്കെ നമ്മൾക്കിങ്ങനെ പറയാനല്ലാതെ നമ്മളാരും അനുഭവിച്ചിട്ടില്ല. നമുക്ക് ആലോചിക്കാൻ പോലും, നമ്മളെല്ലാം ഒഴിവാക്കി അലക്ഷ്യമായിട്ട് ശൂന്യതയിലേക്ക് പോകുന്നത് പോലെ പോവുകയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ മദീനയിലെത്തി. അവിടെ അവർക്ക് സഹായികളുണ്ടായി, അൻസാറുകളുണ്ടായി. അവരുടെ വീട് പകുത്തു കൊടുത്തു, സമ്പാദ്യം പകുത്തു കൊടുത്തു, വരുമാനം കൊടുത്തു, ഒക്കെ ഭംഗിയായിട്ട് അവർ സ്വീകരിച്ചു. അതുല്യമായ സ്വീകരണം. റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് സഹോദരന്മാരെ പോലെ വർത്തിച്ചു. അവർ മരിച്ചവർക്ക് സ്വത്തോഹരി വെച്ച് കൊടുക്കാൻ പോലും തയ്യാറായി. ആ രീതിയിലൊക്കെയുള്ള സഹകരണം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിജ്റ പോയ മുഹാജിറുകൾ ഒന്ന് ആലോചിച്ചു, ഇപ്പോൾ ദീനിന് സഹായികൾ വന്നു, നേരത്തെ ഉള്ളതിനേക്കാൾ അവസരങ്ങൾ കൂടി, ആളുകളൊക്കെ വന്നു, സഹായവും എല്ലാം നടത്താൻ ആളുണ്ടല്ലോ എന്ന ധാരണയിൽ, സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ധാരണയാണ്. ഇനി ഇവരൊക്കെ ചെയ്തു കൊള്ളുമല്ലോ എന്ന ധാരണയിൽ
അവർ ദുനിയവിയായ കുറച്ച് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. മതം വിട്ടതല്ല, ഒന്നുമല്ല. അവരുടെ കച്ചവടം ഏർപ്പാടുകൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്തു, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ. ഈ സംഭവം അങ്ങോട്ട് നടന്നപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. ഈ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സമയമായിട്ട് അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് മനസ്സ് വിധേയമാക്കി വരാൻ സമയമായില്ലേ? അവരോടാണ് ഈ ചോദിക്കുന്നത്. വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയ സത്യവാർത്തകളുണ്ടല്ലോ, ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു വരാൻ സമയമായില്ലേ? നന്നായി ജീവിക്കാൻ സമയമായില്ലേ? ആരോടായി ചോദിക്കുന്നത് നിങ്ങൾ? അതുവരെയും പടവെട്ടി നിന്ന ആളുകൾ ഒന്ന് വിശ്രമിക്കാം, അത് സമയം കിട്ടുമല്ലോ, മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ ചിന്തിച്ചപ്പോഴാണ് ആയത്തിറക്കുന്ന അള്ളാഹു, വലാ തകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രൈസ്തവ വിഭാഗമുണ്ട്, അവരെ പോലെ നിങ്ങളുമായി തീരരുത്. അവർക്ക് എന്താ സംഭവിച്ച്? ഫത്വാല അലൈഹിമുൽ അമദു, അവർക്ക് കാലദൈർഘ്യം സംഭവിച്ചു. ഫഖസത്ത് ഖുലൂബുഹും, അവിടെ മനസ്സാകെ കടുത്തുയർത്തു പോയി. കുറേ കാലമായപ്പോൾ മനസ്സൊക്കെ കടുത്തു, ആ പുതുമ നഷ്ടപ്പെട്ടു. കുറേ കാലമായില്ലേ എന്ന ഭാവം അവർക്ക് വന്നു. കസീറു മിൻഹും ഫാസിഖൂൻ, അവരിലധികം ആളുകളും അധർമ്മകാരികളായിരുന്നു. ഖുർആൻ ഈ ചോദിക്കുന്ന ചോദ്യം, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി വിധേയപ്പെടുത്തി വരാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ആരോടാ ചോദിക്കുന്നത്? ആ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ ഒന്ന് ചെറിയൊരു ആശ്വാസം കണ്ടപ്പോൾ അവരോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണിത്. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ അറിയുങ്ങൾ? നമ്മൾ ആ ത്യാഗങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസരവും നമ്മൾക്ക് പരീക്ഷണവും നമ്മൾക്കാർക്കും വരുന്നുമില്ല, വന്നിട്ടുമില്ല. നമ്മൾക്ക് വളരെ സാധാരണ മട്ടിൽ ഒരു മുസ്ലിമായി ജീവിച്ചു പോകേ വേണ്ടുള്ളൂ. അതിനിടയ്ക്ക് വരുന്ന ആരാധനാ കർമ്മങ്ങളും പ്രത്യേകമായ സുദിനങ്ങളും ഒക്കെ നമ്മൾക്ക് വരുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നു. അതൊക്കെ കഴിഞ്ഞൊരു ഘട്ടങ്ങളാവുമ്പോൾ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ചു നേരമൊക്കെ ഒന്നിങ്ങനെ പള്ളിയിലേക്ക് നേരെ വൈകി വരാം, പ്രശ്നമല്ല. ജുമയ്ക്ക് കൃത്യമായിട്ട് എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, വൈകുന്നേരം കുത്തുബ കഴിയുമ്പോഴേക്ക് നിസ്കാരം കഴിയുമ്പോഴേക്ക് എത്തിയാൽ മതി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ചോദ്യം എത്രത്തോളം പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അങ്ങനൊരവസ്ഥ ഉണ്ടായിക്കൂടാ, അങ്ങനൊരവസ്ഥ നമ്മൾക്കുണ്ടായിക്കൂടാ. കൃത്യമായിട്ടും എന്നും പടച്ചോൻ്റെ അടുക്കിലേക്ക് പോകേണ്ടി വരും. അതൊരു ദുരന്തം വഴിയാകാം, അല്ലാതെയൊക്കെ ആകാം. ഏത് വഴിക്ക് സംഭവിച്ചാലും ഞാൻ അതിന് റെഡിയാണ് എന്ന നിലയ്ക്ക് ഇരിക്കണം. വിശുദ്ധ ഖുർആന്റെ വാക്ക് നോക്കൂ, സൂറത്തുൽ ബഖറയിൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് മത്സരിച്ചുകൊണ്ടാണ് വരേണ്ടത് എന്നാണ്. ഒരു മത്സര ബുദ്ധിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്. അമാന്തമല്ല, മത്സര ബുദ്ധി വേണമെന്നാണ്. ഒരു നല്ല കാര്യം ഏറ്റവും ആദ്യം ഞാൻ ചെയ്യണം, എനിക്കാണത് കിട്ടേണ്ടത് എന്ന ബോധമാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് എന്നാണ്. അത് റസൂലുള്ള കാണിച്ചിരുന്നു, സഹാബികളും കാണിച്ചിരുന്നു. ഏത് കാര്യത്തിൽ ആ നന്മ എനിക്കാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സഹാബികളൊക്കെ അത് കാണിച്ചിരുന്നു, എനിക്കാകണം ആ നന്മ എന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മളും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ആ നന്മ എനിക്ക് കിട്ടണമെന്നാണ്, ആ നന്മ എൻ്റേതാക്കണം, അത് ആർക്ക് വിട്ടുകൊടുത്തൂടെ, എനിക്ക് കിട്ടണം ആ നന്മ. എല്ലാവരും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിലാകട്ടെ എന്നല്ല. ആരും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു നന്മ അതിലേക്ക് മത്സരിച്ച് ആദ്യത്തെ ആൾ ഞാൻ എന്ന നിലക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം, ആ ഒരു സ്വഭാവം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പള്ളിയിലേക്ക് വരുന്ന ആളുകൾ നമ്മൾക്കൊക്കെ അറിയാം. വരുന്ന വഴിയിൽ നമ്മളുടെ ഒരു കൂട്ടുകാരൻ, നമ്മൾ പള്ളിയിലേക്ക് വന്നതാണ്, കൂട്ടുകാരൻ നമ്മളുമായിട്ട് സംസാരിക്കുന്നു, വഴിയിൽ വെച്ച് കാണുന്നു, സംസാരിക്കുന്നു. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയം നമ്മൾക്കറിയാം, കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമസ്കാരം അത്ര ഗൗരവമായി കാണുന്നില്ല. സുഹൃത്തിൻ്റെ കളി തമാശയിൽ മുഴുകി നമ്മളത് അങ്ങോട്ട് വിട്ടുപോകുന്നു. ഇതൊരു ഗൗരവമായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് വന്നാൽ അതിനർത്ഥം ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് നിങ്ങൾ മത്സരിച്ച് പോകണം, മുന്നോട്ട് വരണം എന്ന ആശയത്തിന് എതിരാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സുഹൃത്തുമായിട്ടുള്ള സൗഹൃദവും സഹകരണവും നമുക്ക് പിന്നീടുമാകാം.
അയാളെയും അത് കൂടെ കയ്യിൽ പിടിച്ച് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരാം എന്നതൊക്കെ ചിന്തിക്കുകയല്ലാതെ നമ്മൾ നമസ്കാരത്തിൻ്റെയും ആരാധനയുടെയും ഒക്കെ കാര്യത്തിൽ പിന്നാക്കം നിൽക്കുകയും ബാക്കി കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ദീൻ ഇങ്ങനെ അല്പാൽപമായിട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതിനുള്ള സമയമൊന്നും നമ്മൾക്കായിട്ടില്ല, അത്ര കാലദൈർഘ്യവും ഇല്ല. നമ്മൾക്ക് എപ്പോഴും തിരിച്ചു പോകാവുന്ന ഒരവസ്ഥയാണ് നമ്മൾക്കുള്ളത്. നോക്കൂ, പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു സംഭവം നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി അസ്ർ നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തെ സലാം വീട്ടിയ ഉടനെ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക്, മുറിയിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ആളുകൾ, സഹാബികൾ ഇങ്ങനെ പരസ്പരം അഭിപ്രായം പറയാൻ തുടങ്ങി. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര തസ്ബീഹും തഹ്ലീലൊക്കെ ചെല്ലുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തിരിച്ചു പോകാൻ? പല അഭിപ്രായങ്ങളിൽ പറഞ്ഞു. അപ്പോൾ റസൂൽ തിരിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് നിങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ പോയതിനെ പറ്റി പറഞ്ഞാണ്, എന്താണ് എന്നറിയില്ല, എന്തായിരിക്കും, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്നൊക്കെ പലതും പറഞ്ഞാണെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ? ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംഗതി ഓർമ്മ വന്നു. വീട്ടിൽ പൊതുവിതരണത്തിനുള്ള കുറച്ച് സ്വർണം ബാക്കി നിൽക്കുന്നുണ്ട്. സക്കാത്തിൻ്റെയൊക്കെ മറ്റേ സദക്കയുടെ വക്കീൽ വന്നായിരിക്കും റസൂലാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വിതരണം ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് സലാം വീട്ടിയ ഉടനെ ഞാനത് എടുത്ത് ആളുകൾക്കൊക്കെ വെക്കേണ്ടവർക്ക് ഓഹരി വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വരുന്നത്. നോക്ക്, ഒരു ചെറിയ സംഗതിയാണല്ലോ നമ്മളെ സംബന്ധിച്ചത്. സാവകാശമുണ്ട്, സന്ദർഭം പോലെ പിന്നെയൊക്കെ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കാമല്ലോ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അത് ഏറ്റവും നേരത്തെ തീരുമാനമാക്കി. എന്നിട്ട് റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? അത് അവിടെ വെച്ചുകൊണ്ട് അബുൽ ഖാസിം അഥവാ മുഹമ്മദ് തൻ്റെ നാഥൻ്റെ അടുക്കിലേക്ക് തിരിച്ചു എന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുന്ന? അത് ഞാൻ ആ വീട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ നാഥൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴുള്ള കഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്നാണ്. ഇതാണ് സത്യത്തിൽ നമ്മളെ ഒരു സൽക്കർമ്മത്തിന് പ്രേരിപ്പിക്കേണ്ട വികാരം. അതാണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെയാണ് ചെന്നാൽ എന്തായിരിക്കും പടച്ചവനെടുത്തുള്ള അവസ്ഥ. നമ്മൾ വീഴ്ച വരുത്തിയോ പോരായ്മ വരുത്തിയോ എന്നത് വളരെ പ്രധാനമാണ്. ഏത് കാര്യത്തിലും നന്മയുടെ കാര്യത്തിൽ മുന്നോട്ട് വരിക. നോക്കൂ, നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ. റസൂൽ പറഞ്ഞൊരു വാക്യമാണ്, നമസ്കാരത്തിന് അണി നിൽക്കുമ്പോൾ നിങ്ങളതിൻ്റെ ആദ്യത്തെ സഫിൽ വന്ന് നിൽക്കാനാണ് നോക്കേണ്ടത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സഫ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ വരണം, നേരത്തെ സഫിൽ വന്നിരിക്കണം, ഒന്നാമത്തെ സഫിലിരിക്കണം. അതിന് പുണ്യമുണ്ട്. നമ്മൾ ആ ഒരു മനോഭാവം നഷ്ടപ്പെട്ടുകൂടാ നമ്മൾക്ക്. നമ്മളിതൊക്കെ വിഭാഗത്തോളൊക്കെ കഴിഞ്ഞു, റൂമർ പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെ ഉഴപ്പ് മട്ടിൽ പോയാൽ മതി, അടുത്ത പെരുന്നാൾ നോമ്പ് വരുമ്പോൾ നോക്കാം എന്നതല്ല. മറിച്ച് റസൂല് പറഞ്ഞ ആ കാര്യം, ഒന്നാമത്തെ സഫിന് പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ എത്താൻ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്ക് ഇരിക്കാൻ സൗകര്യം എവിടെ നോക്കും, ചാരി ഇരിക്കാൻ സൗകര്യം എവിടെ നോക്കും, ചുമര എവിടെ നോക്കും. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വിടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈമാൻ്റെ ഒരു പ്രശ്നം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്, മുന്നോട്ട് വരേണ്ടതുണ്ട്. മുൻഭാഗത്തേക്ക് മാറിയിരിക്കാൻ, ഒന്നാമത്തെ അവസ്ഥയിലേക്ക് വരാൻ നമ്മൾ സന്നദ്ധാവേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ ഈമാൻ, നമ്മളെടുത്ത റമദാൻ മാസത്തിലും മറ്റൊക്കെ നോമ്പിൻ്റെ ഈമാൻ്റെ ചൈതന്യം നമ്മൾ ചെയ്തു. ഇപ്പം ഹജ്ജിനെ പറ്റി പറഞ്ഞിടത്ത് ഇതേ വാക്ക് റസൂൽ പറഞ്ഞു, ഫമൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. റസൂൽ പറയാണ്, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ നേരത്തെ ചെയ്തോട്ടെ എന്നാ. കാത്തു നിൽക്കരുത്. ഇനിയൊരു അവസരം വരട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ, ആ ഇടപാടുകളെല്ലാം തീരട്ടെ, ഒഴിഞ്ഞ കാശ് കയ്യിലുണ്ടാവട്ടെ എന്ന് വിചാരിക്കരുത് എന്നാണ്. ഫല്യതഅജ്ജൽ, അവൻ നേരത്തെ അതിന് ഒരുങ്ങട്ടെ എന്ന് റസൂൽ പറഞ്ഞു. ഫല്യമൃദുല മരിയതു, കുറച്ച് കഴിഞ്ഞപ്പോൾ സോക്കേട് വരും, സോക്കേട് ബാധിക്കും. യുദില്ല, യാത്രക്കുള്ള സൗകര്യങ്ങൾ, വാഹനത്തിൽ ഇരിക്കാൻ കഴിയാതെ വരും. ഹാജത്തുകൾ, ഹാജ, ആവശ്യങ്ങൾ പുതിയതൊക്കെ വരും. പല പ്രതിസന്ധികളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ തടസ്സമായിട്ട് അതിന് ആ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ അവനെന്താ ചെയ്യേണ്ടത്? നേരത്തെ പോയിക്കോട്ടെ, ഏറ്റവും എളുപ്പത്തിൽ കയ്യോ ആരോഗ്യമുള്ള സമയമുണ്ടോ പോട്ടെ. അപ്പോൾ ഇതൊക്കെ എല്ലാ വിഷയത്തിലും ഏറ്റവും നേരത്തെ ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ നോക്കുക. കാത്തിരിക്കാതിരിക്കുക. റസൂൽ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറു മിനൽ മുഅ്മിനിൽ ളഈഫി വഅഹബ്ബു ഇലല്ലാഹ്. വാക്ക്
ഒരു ശക്തനായ വിശ്വാസി ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ നല്ലവനും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. വഫീകുല്ലിൻ ഖൈറുൻ, പക്ഷെ എല്ലാവരിലും അതിൻ്റെതായ നന്മ ഉണ്ട്. ശക്തനായാലും നല്ലവനായാലും ഒക്കെ അതിൻ്റെതായ നന്മ എല്ലാവർക്കും ഉണ്ട് എന്ന് റസൂൽ പറയുന്നു. വഖിഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്. നിനക്ക് നന്മ വരുത്തുന്ന ഒരു കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം നീ മുന്നോട്ട് ചെല്ലുക. വസ്തഈൻ ബില്ലാഹ്, ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം തേടുകയും ചെയ്യുക എന്ന. നോക്കി, ഇത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു തത്വമാണ്. എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട ഒരു തത്വം. ഇഹ്രിസ് അലാ മാ യൻഫഉക, ഉപകാരമുള്ള നന്മ വരുത്തുന്ന ഒരു കാര്യത്തിൽ വളരെ താല്പര്യം കാണിക്കുക. അതിൽ അങ്ങേയറ്റത്ത് വസ്തഈൻ ബില്ലാഹ്, അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ സഹായം തേടും. വലാ തഅ്ജസ്, അടുത്ത വാക്യം, ഒരിക്കലും നീ ദുർബലനായി പോകരുത്. എനിക്കാവില്ല, എനിക്ക് കഴിയില്ല, എന്നതിന് പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾക്കാവും, എനിക്ക് കഴിയും, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണുള്ളത്, എനിക്ക് സാധിക്കും. ഫസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിൽ സഹായം തേടുക. എന്നിട്ട് ആ നന്മ തേടി ആ നന്മ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമെന്നാണ്. ഇതൊരു തത്വമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുക. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഖുർആൻ പറയുന്നത്, ഒരു കാര്യം ചെയ്ത് തീരുമാനമായി കഴിഞ്ഞാൽ, പൂർത്തിയായി കഴിഞ്ഞാൽ, അതിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ്, അടുത്ത കാര്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാം. എല്ലാം നിർത്തി കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയ ഇബാദത്തിന് കൂലി കിട്ടട്ടെ എന്ന ധാരണയിൽ ഇങ്ങനെ അടങ്ങി ശാന്തനാകാനൊന്നും നമ്മൾക്ക് ആർക്കും സമയമല്ല. നമ്മുടെ ജീവിതം വളരെ നൈമിഷികമാണ്. എവിടെ വെച്ചും അവസാനിക്കാം. ആ സാധ്യതകളുള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും മാസങ്ങളിലൊക്കെ ചെയ്ത കുറേ ഇബാദത്തുകളുടെ ബാക്കി വരുന്ന, തുടർച്ചയായി വരുന്ന ദിവസങ്ങൾ അലസരായി പോവാതെ കഴിയാവുന്നിടത്തോളം ഇനിയും ഒക്കെ മുന്നോട്ട് വരിക. റസൂലിൻ്റെ സദസ്സിൻ്റെ പള്ളിയിലിരിക്കുന്ന ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പിൻഭാഗത്ത് രണ്ടുപേര് വന്ന് നിൽക്കുന്നു. റസൂൽ ചോദിച്ചു, എന്താ നിങ്ങളവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞങ്ങളിവിടെ നിൽക്കുന്നു. നമ്മൾ പറയുന്ന അതേ മറുപടി, ഞങ്ങളിവിടെ നിൽക്കുന്നു, അത്ര അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് കയറി വന്ന് ഈ കൂട്ടത്തിലേക്ക് നിൽക്കും, മുന്നിലേക്ക് കയറി വരണം നിങ്ങൾ. ആരെങ്കിലും പിന്നോട്ടടിച്ചു നിന്നാൽ അവൻ അള്ളാഹും പിന്നോട്ടാക്കും. ആരെങ്കിലും ഇങ്ങനെ പിന്നോട്ടടിച്ചു നിന്നാൽ അവനെ അള്ളാഹു പിന്നോട്ടാക്കും. അതുകൊണ്ട് അതിന് പോകാതെ നിങ്ങൾ മുന്നോട്ട് കയറി വരിൻ, നന്മയുടെ മാർഗത്തിലേക്ക് കയറി വരിൻ, ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്ന എല്ലാ നന്മയുടെയും കാര്യത്തിലെന്ന ആ സന്ദേശം നമ്മൾ ഈ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഒരു മതിയാക്കിയതുപോലെയല്ല, ഇനിയും നമ്മൾക്ക് അവസരങ്ങളാണ് കിട്ടേണ്ടത് എന്ന ബോധത്തിൽ ജീവിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെല്ലാവരെയും അതിന് തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും, ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു മഴക്കാലത്താണുള്ളത്. ചിലപ്പോഴൊക്കെ വല്ലാതെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കങ്ങനെ ഒഴിവായി പോകുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയുടെ ഒക്കെ ഒരു സ്ഥിതി അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, മതപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നമ്മളതിൽ പരിഗണിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകൾ ചില അബദ്ധങ്ങളൊക്കെ അതിൽ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മക്കയുടെ അടുത്ത് ഹുദൈബിയ, മദീനയിൽ നിന്ന് റസൂൽ ഉംറ നിർവഹിക്കാൻ വന്നപ്പോൾ അവിടെ തടഞ്ഞു നിർത്തിയൊരു സ്ഥലമായിരുന്നു ഹുദൈബിയ. ആ ഹുദൈബിയയിൽ രാത്രി തങ്ങി. ആ തങ്ങിയ സമയത്ത് രാത്രി അവിടെ മഴ പെയ്തു. സാധാരണ മഴ പെയ്യുന്നൊരു നാടല്ല, എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യുന്നൊരു സ്ഥലമാണ്. മഴ പെയ്തു. കാലത്ത് എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് എല്ലാവരും റസൂൽ നിസ്കാരത്തിന് ശേഷം അവരെ സംബോധന, അവരെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. ഇന്നലെ മഴ പെയ്തത് മുതിർന ബിഫളില്ലാഹി വറഹ്മത്തിഹി, നമ്മൾക്ക് ഇന്നലെ മഴ കിട്ടിയത്
അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടുമാണ് എന്ന് പറയുന്ന ആളുകൾ ഫഖദ് ആമന ബില്ലാഹി വ കഫറ ബിൽ കൗകബി, അള്ളാഹിൽ വിശ്വസിക്കുകയും ഈ ഞാറ്റുവേലകളിൽ അവിശ്വസിക്കുകയും ചെയ്തവനാണ്. എന്നിട്ട് റസൂൽ പിന്നെ അടുത്ത് പറയുന്നത്, ഇന്നലെ നമുക്ക് മഴ കിട്ടിയത് ഇന്ന ഞാറ്റുവേലകൾ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നവൻ ഫഖദ് ആമന ബിൽ കൗകബി വ കഫറ ബില്ലാഹി, അള്ളാഹിൽ അവിശ്വസിച്ചു ഞാറ്റുവേലയിൽ വിശ്വസിച്ചവനാണ്. എന്താണ് ഇതിലുള്ള ഒരു പ്രശ്നം? ഇതൊരു വിശ്വാസ പ്രശ്നമാണ്. റസൂൽ പറയുന്നത്, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കിട്ടുന്നതിന് മുഴുവൻ അതിൻ്റെ അടിസ്ഥാന കാരണം അള്ളാഹു ആണ് എന്ന നിലക്ക് തന്നെയാണ് സംസാരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മഴ കിട്ടിയെന്നാണ്. മുത്തിർന ബി ഫദ്ലില്ലാഹി വ റഹ്മത്തി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് മഴ കിട്ടിയത് എന്ന ബോധം അത് നമ്മുടെ തൗഹീദും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാൽ മഴ കിട്ടാൻ വേണ്ടി അള്ളാഹു ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ആ രീതിയിൽ പറയാം, അത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നാൽ ചില ആളുകളൊക്കെ ഇന്ന ഞാറ്റുവേലകൾ, ഇന്ന രാശി, ഇന്ന ദിശ എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് മാത്രം ചേർത്തി പറയുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ വരുന്ന പിശക് തന്നെയാണ്. ആ വിശ്വാസ പിശക് റസൂലുള്ള ഗൗരവമായിട്ടൊരു സന്ദർഭം കിട്ടിയപ്പോൾ സഹാബികളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് റസൂൽ പറയുന്നത്. അതല്ലാതെ ഇന്ന കാലാവസ്ഥയുടെ ഇന്ന മൺസൂൺ എന്നൊക്കെ പറയുന്നതിന് വിരോധമല്ല. പക്ഷെ അതിലേക്ക് മാത്രം ചേർത്തി പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതോ എന്ന് പരിശോധിക്കണം. അള്ളാഹു ആണ് നിത്യമായിട്ടും സത്യമായിട്ടും യഥാർത്ഥമായിട്ടും അതിൻ്റെ കാരണക്കാരൻ. ആ കാരണത്തെയാണ് നമ്മൾ എപ്പോഴും ഉയർത്തി കാണിക്കേണ്ടത്. മുത്തിർന ബി ഫദ്ലില്ലാഹി വ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മൾക്ക് മഴ ലഭിച്ചു എന്നാണ്. ഇനി മഴ പെയ്യുമ്പോൾ തന്നെ വളരെ ശക്തമായ ധാരമുറിയാത്ത മഴ ചിലപ്പോൾ പെയ്യും. നമ്മൾ തന്നെ പറയുന്ന പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം പെയ്യും. അപ്പോൾ നമ്മളെ നാടന്മാരായ ചില ആളുകൾക്ക് അതിനെ ശപിക്കാറുണ്ട്. ഒരു തുള്ളി മുറിയാത്ത മഴ എന്നോ അല്ലെങ്കിൽ വേറെ നാടന്മാർ പറയുന്ന കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇതിനെങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല. റസൂൽ വിരോധിച്ചിട്ടുണ്ട്. റസൂൽ പറയുന്നത്, റസൂൽ ഈ ഇടയ്ക്ക് കിട്ടുന്ന ആ മഴയിൽ, നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലാണിത്, മഴ പെയ്താൽ റസൂൽ പുറത്തിറങ്ങി നിൽക്കും. നിങ്ങളുടെ ആ മഴ കൊള്ളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മഴ കിട്ടുന്ന നാട്ടിലല്ല ഉള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇപ്പോൾ വരുന്നൊരു അനുഗ്രഹമാണ് എന്ന് റസൂൽ ആ മഴയൊക്കെ കൊണ്ടിരുന്നു. അത്ര സന്തോഷമായിരുന്നു റസൂൽ. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന നിലക്കാണ്. അത്ര സന്തോഷത്തിലായിരുന്നു റസൂൽ ആ അനുഗ്രഹത്തെ കണ്ടിരുന്നത്. നമ്മളതിനെ ശപിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് നല്ല അനുഗ്രഹമായിട്ട് കിട്ടാനാണ് നമ്മൾ കാണേണ്ടത്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, റസൂൽ പറഞ്ഞൊരു വാക്കാ. നല്ല മഴ ഇങ്ങനെ പെയ്യും, അല്ലാഹുവേ ഉപകാരപ്പെടുന്ന നല്ല മഴ ഞങ്ങൾക്ക് നീ നൽകണേ. മഴ പെയ്യുമ്പോൾ റസൂൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ അനുഗ്രഹമായ നല്ല മഴ ഞങ്ങൾക്ക് നീ പെയ്തു തരണേ. അതൊരു ഉപദ്രവമാകരുത്, നമുക്ക് പ്രയാസമാകരുത്, അപകടകരവുമാകരുത്. അതേപോലത്തെ റസൂലുള്ള ഈ ഉപകാരപ്പെടുന്ന മഴ ചോദിക്കുകയും ഉപദ്രവകരമായ മഴയിൽ നിന്ന് ഒഴിവാക്കി തരണേ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത് രണ്ട് റസൂൽ ചെയ്തിരുന്നു. മഴ പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥന അതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നൊരു കാര്യം, നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ പറയുന്ന മഴക്കെടുതി എന്ന് നമ്മൾ പറയുന്ന എല്ലാ പ്രയാസവും അനുഭവിക്കുന്നൊരു ഭാഗമാണ്. ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുന്ന കാര്യമില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളായിട്ട് അങ്ങനെ പലതും വരും. ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം എന്ന നിലക്ക് ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് അവനോട് ശുക്ർ കാണിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ധിക്കാരവും നന്ദികേടും കാണിക്കാൻ പാടില്ല. വല്ലാതെ മഴ പെയ്തു റസൂലിൻ്റെ കാലത്തൊരിക്കൽ. സഹാബി ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. ഒരാഴ്ച നീണ്ട് മുറിയാത്ത മഴ അങ്ങോട്ട് പെയ്തു. ആളുകൾ പരിഭവം പറഞ്ഞു റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, മഴയാണ് ആകെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അള്ളാഹു മഹവാലൈന ലാഹലൈന ഫിലാഖാം ഒക്കെ പറഞ്ഞു റസൂൽ, അള്ളാഹുവേ ഈ മഴ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിർത്തിയിട്ട് ഈ കുന്നുകളും മലകളൊക്കെയുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചു വിടണേ എന്ന് റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മഴ അധികമായപ്പം ഇതൊക്കെ നമ്മൾക്ക് മതത്തിൻ്റെ നിർദ്ദേശമാണ്. ഇതിലേതും നമ്മൾക്ക് ആവശ്യം പോലെ സ്വീകരിക്കാം. അതിനെ ശപിക്കുകയോ പഴിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അനുഗ്രഹമായിട്ട് സ്വയ്യിബൻ നാഫിഅ,
സയ്യിബൻ നാഫിയ, ഉപകാരപ്രദമായ നല്ല മഴ പെയ്യിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾക്കിപ്പോൾ ആവശ്യമായി വരുന്നുണ്ട്. തുടർച്ചയായിട്ടൊരു മഴ അടച്ചു പിടിച്ച് പെയ്താൽ തന്നെ നമ്മുടെ മനസ്സൊക്കെ പിടക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതൊക്കെ ദുരന്തമായി മാറുമോ എന്ന് പേടി നമ്മൾക്കൊക്കെ ഉണ്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഇതിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വിഷയങ്ങളിലൊക്കെ മതം പഠിപ്പിക്കുന്ന ആ നിലപാടിൽ തന്നെ നിന്നു പോകാൻ, വിശ്വാസപശകൊന്നും സംഭവിക്കാതെ നിന്നു പോകാൻ അള്ളാഹു ഇനി ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവണേ. ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവെ നിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരുമാറാവണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക